എൻ്റെ ക്രിസ്മസ് കാക്ടസ് അങ്ങനെ നന്നായിട്ട് പൂത്തെളിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. എല്ലാ മാസം നവംബറൊക്കെ ആകുമ്പോഴത്തേനും ഇതായാലും ഒത്തിരി പൂക്കളുണ്ടാവുമേ. ഇനിയും വിടരാനുള്ള മുട്ടുകൾ താഴെയൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയാൽ എന്തോരം പൂക്കളാണെന്ന്. ഇതിപ്പോൾ എത്രാമത്തെ വർഷമാണ് പൂ തരുന്നത്? ഒരു 5 വർഷമായിട്ട് റെഗുലറായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഇനി വിരിയാനുള്ള മുട്ടുകളാണ് കേട്ടോ. എനിക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് ഈ ചെടികൾ കാണുമ്പോൾ തന്നെ ഒരു നല്ല മനസ്സിന് നല്ലൊരു ഉന്മേഷമാണ്, സന്തോഷമാണ്. അതിൻ്റെ ഓരോ പൂക്കളെടുത്ത് കാണിക്കാതെ വേണ്ട. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവർ ഇരിക്കുന്നത്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് ഈ പിങ്ക്. ഇതിന് പല കളറുണ്ട് കേട്ടോ, ഓറഞ്ചും യെല്ലോയും റെഡും ഒക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പിങ്കാണ്. പിന്നെ എൻ്റെ കുറച്ച് ചെടിയും കൂടെ കാണിക്കാം. ഈ രാത്രിയിലാണ് ഞാനിത് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതല്ല, ഇത് നിറയെ നല്ല ഭംഗിയുള്ള പൂക്കൾ പോലത്തെ ഇലകളാണേ. ഇതൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്, എല്ലാവരും കണ്ടുപെടുത്ത് കാണും. കഴിഞ്ഞ സ്നോയിൽ, അതായത് ഈ കഴിഞ്ഞ മാസം ഒരു സ്നോ പെയ്തു. അന്ന് ഞാൻ ഇത് പുറത്ത് വെച്ചേക്കുമായിരുന്നു. ഞാൻ അറിഞ്ഞില്ല ഇത് പുറത്താണ്. നേരം വെളുത്ത് രാത്രി മൊത്തം സ്നോ. നേരം വെളുത്തപ്പോൾ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഓരോ ഇതിനകത്തെല്ലാം നിറഞ്ഞ് സ്നോ നിൽക്കുമായിരുന്നേ. പിന്നെ ഞാനതിന് ചൂടുവെള്ളത്തിൽ പെരയ്ക്കകത്തുണ്ടോയെന്ന് വെച്ചിട്ട് കഴുകി സ്നോ എല്ലാം കഴുകിക്കളഞ്ഞു. അല്ലെങ്കിൽ ഈ ചെടി ഫുൾ പോയേനെ. ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ നോക്കുന്ന ഈ ചെടി പോയാൽ എൻ്റെ ഹൃദയം തകർന്നു പോകും കേട്ടോ. അത്ര ഇഷ്ടമുള്ളൊരു ചെടിയാണേ. സമ്മറാകുമ്പോൾ ഞാനിതെടുത്ത് പുറത്ത് വെക്കും. അപ്പം പുറത്ത് വെക്കുമ്പോഴാണ് ഇത് നന്നായിട്ടുണ്ടാകുന്നത്. ഇതിൻ്റെ ഇലയൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ അത്രയും ഭംഗിയൊന്നുമില്ല. ഇതിന് ഞാൻ ഒത്തിരി തൈകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കൂട്ടുകാർക്കൊക്കെ ഞാൻ കൊടുത്തു. ഇനി എൻ്റെ നോട്ടിഹാമിലുള്ള ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ എന്നെ സമീപിച്ചാൽ ഞാൻ തരാട്ടോ. തൈ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ മോൺസ്റ്റർ ഇതുപോലെ തന്നെ വേറൊരു വലിയ മോൺസ്റ്ററിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്താണേ. അല്ല, ഇതിൻ്റെ ഇലയുടെയൊക്കെ വലിപ്പം കണ്ടോ? എൻ്റെ കൈ ഇത്രയേ ഉള്ളൂ, ഇത്രയുണ്ട്. ഇതിലൊരു ഫ്രൂട്ട് ഉണ്ടാകും. അത് ഉണ്ടായിട്ട് കഴിക്കാനായിട്ട് ഞാൻ നോക്കിയിരിക്കുക. ഇതെൻ്റെ റബ്ബർ പ്ലാന്റ്. രാത്രി ആയതുകൊണ്ടാട്ടോ വീഡിയോ ഇച്ചിരി ഡാർക്കായിട്ടിരിക്കുന്നത്. ഇതെൻ്റെ സിങ്കോണിയമാണ് കേട്ടോ. പണ്ടൊരിക്കൽ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഇതിൻ്റെ പേര് വരെ മറന്നുപോയി. ചില സമയത്ത് നമുക്കേ ഓർമ്മ കിട്ടിയല്ലോ ഇതിൻ്റെ ഒന്നും പേരെ. എൻ്റെ ഇലയിലൊക്കെ നാട്ടിലൊക്കെ ഒത്തിരി കാണുന്ന ചെടിയല്ലേ. ഇതെൻ്റെ മങ്കി ടെയിൽ, ഒരു കാക്ടസാണ്, ഒരു സക്കുലൻ്റ്. കാക്ടസ് അല്ല, സക്കുലൻ്റാണ്.